കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്ക് തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെയൊക്കെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്നത് ഗൗരി ശങ്കറും മുറിയിലിരിക്കുകയാണ്. ഈ സമയത്ത് ശങ്കർ ഗൗരിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. ഗൗരിക്ക് ആ പടം നാണം വന്നു. ഗൗരി ചോദിച്ചു, ഇതെന്താ ശങ്കർ എന്നെ ഇങ്ങനെ നോക്കണേ? എനിക്ക് നാണം വരുന്നുണ്ട് കേട്ടോ എന്ന് പറയണേ. പിന്നെ ഞാൻ നോക്കിയാൽ അത്രയ്ക്ക് വലിയ നാണമല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗൗരി ആരെ വിശ്വസിക്കുന്നതെന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗൗരി പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ശങ്കറിനെയും അതോടൊപ്പം തന്നെ എൻ്റെ അച്ഛനെയാന്ന് പറയണേ. ശങ്കറിന് ഇതോടൊപ്പം സന്തോഷമായി. ശങ്കർ പറഞ്ഞു, എനിക്കൊരു കാര്യം അറിയാം, നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ മുമ്പായിരുന്നെങ്കിൽ എനിക്കത് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് നിന്നെ വിശ്വാസമാണെന്ന് പറയണം. ഗൗരി പറഞ്ഞു, ശങ്കർ ഏറ്റവും കൂടുതൽ ആരെയാ സ്നേഹിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിക്കണം. എന്നാ പറ, എനിക്കൊന്ന് അറിയണമല്ലോ എന്ന് പറയണം. അതെ, ശങ്കർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് വടക്കുന്നാഥനെയാ. വടക്കുന്നാഥൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്നെ അല്ലേന്ന് ചോദിക്കണം. കൊള്ളാം കൊള്ളാം, നീ എൻ്റെ മനസ്സൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊരു തിരുത്തുണ്ട്. വടക്കുന്നാഥനോടൊപ്പം തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാം. ഗൗരിക്ക് ഇത് കേട്ടപ്പോൾ സന്തോഷമായി. പിന്നീട് ശങ്കർ പറഞ്ഞു, ഞാൻ അത്രയും നിന്നെ സ്നേഹിക്കുന്നില്ലേ, അപ്പൊ നീ എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു വരുമോ ചോദിക്കണം. ആഗ്രഹം? എന്താഗ്രഹം? അതിങ്ങോട്ട് വാ, ഞാൻ ചെവി പറയാന്ന് പറയണം. അങ്ങനെ ഗൗരിയുടെ ചെവി മേടിച്ച് ശങ്കർ തന്റെ ആഗ്രഹം പറയാം. ഇത് കേട്ട് കഴിയുമ്പോൾ ഗൗരിക്ക് ആപ്പടെ നാണമായിപ്പോയി. ഗൗരി, അതൊന്നും പറ്റില്ല എന്ന് പറയും. എൻ്റെ ആഗ്രഹമല്ലേ, നീ ആ വേഷത്തിലൊന്ന് വരണം. എന്താ ശങ്കർ ഇങ്ങനെ പറയണേന്ന് ചോദിക്കണം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ആ വേഷത്തിൽ തന്നെ നീ വരണം എന്നും പറഞ്ഞുകൊണ്ട് പോയി കബോർഡ് തുറന്നിട്ട് അതിനകത്തുനിന്നൊരു കവറെടുത്ത് ഗൗരിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. നീ ഈ വേഷം ഇട്ടുകൊണ്ട് വരാൻ പറ, നീ ഈ വേഷം ഇട്ടുകൊണ്ട് വരാൻ പറയാണ്. ഈ വേഷത്തിൽ നിന്നെ കാണുന്നത് എനിക്ക് അത്ര ആഗ്രഹമായിട്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് ഇങ്ങനെ ശങ്കർ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ ഗൗരിയും കടന്നു വരുക. ഗൗരി കടന്നു വന്ന മറ്റേ ഡാൻസ് വേഷത്തിലായിരുന്നു വന്നിരുന്നത്. നല്ല കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് അടിപൊളി ഡാൻസ് കളിക്കാനുള്ള സെറ്റപ്പ് ആയിട്ട് ഗൗരി വരിക. ഗൗരിനെ കണ്ടിങ്ങനെ കണ്ണുമയ്ക്കാതെ ശങ്കർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, നിന്നെ കാണാൻ എന്നാ ഭംഗിയാന്നറിയോ ഗൗരി. എനിക്കിനി ഒരു ആഗ്രഹം കൂടെ ഉണ്ട്, അതും കൂടെ നീ നിറവേറ്റി തരുമെന്ന് ചോദിക്കണം. എന്താഗ്രഹം? നീ 2 സ്റ്റെപ്പ് കളിക്കണം, ഈ ഡ്രസ്സ് ഇട്ടെന്ന് പറയണം. പിന്നെ എന്താ ശങ്കർ ഏതേ? അത് പറഞ്ഞാൽ പറ്റില്ല, നിനക്ക് വേണം ഞാൻ പാട്ട് പാടിത്തരാം, നീ കളിച്ചേ മതിയാവുള്ളൂ എന്ന് പറയാണ്. ശങ്കറിന്റെ ആഗ്രഹമല്ലേ, ഗൗരിക്ക് തടയാൻ കഴിയില്ലല്ലോ. ശങ്കർ എത്രമാത്രം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഗൗരിക്കറിയാം. പിന്നീട് ശങ്കർ പാട്ട് പാടി കൊടുക്കുകയാണ്. ആ ചെന്താറമിഴി എന്നുള്ള പാട്ട് പാടുക. അതിനൊപ്പം ഗൗരി ഇങ്ങനെ ഓരോ ചുവടുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പാട്ട് തീരാറായപ്പോഴത്തേനും ഗൗരിയെ പോയി ശങ്കർ കെട്ടിപ്പിടിക്കുകയാണ്. അത് പിന്നെ അവരെന്നിട്ട് ആലിംഗനത്തിൽ മുഴുകി ഇങ്ങനെ നിൽക്കുകയാണ്. ഗൗരിയുടെ ഉള്ളിക്കുള്ള പല പല ചിന്തകളും കടന്നു പോകുന്നുണ്ട്. ആ സമയത്ത് താൻ എത്രമാത്രം വൃത്ത മനുഷ്യനാണ് അദ്ദേഹം. പക്ഷെ ഇപ്പൊ താൻ തന്നെ ജീവന് തുല്യം, തന്നെ ജീവനേക്കാളും ഉപരിയായിട്ട് താൻ സ്നേഹിക്കുന്നുണ്ടെന്ന് ഗൗരി മനസ്സിലാക്കുവാണ്. പിന്നീട് കാണിക്കുന്ന ആദർശ് രാവിലെ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പം ബാഗിനകത്തൊക്കെ ടിഫിൻ കാണുന്നില്ല. ഇതെവിടെ പോയെന്ന് ഓർത്ത് നോക്കുവാണ്. ഈ സമയത്ത് വേണി അങ്ങോട്ട് കടന്നു വരുവാണ്. വേണിയുടെ കയ്യിൽ ആദർശിന് ടിഫിൻ ബോക്സും ഉണ്ടായിരുന്നു. ആ ടിഫിൻ ബോക്സ് ആദർശിന്റെ കയ്യിലേക്ക് കൊടുത്തു. ആദർശ് വേണിനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. വേണി അത് മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോവാണ്. പോയിട്ട് അങ്ങ് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അതേ ഇന്ന് വൈകുന്നേരം ഇച്ചിരി നേരത്തെ വരുമെന്ന് ചോദിക്കുക. അതെന്താ വേണി ഞാൻ അങ്ങനെ പറഞ്ഞേ? എനിക്ക് പുറത്തു വരെ പോകണമായിരുന്നു പറയാം. കുറെ കാലമല്ലേ പുറത്തു പോയിട്ട്, എനിക്കൊരു സിനിമ കാണാൻ പോകണമെന്ന് പറയും. ഓ അത്രയുള്ള കാര്യം, ഞാൻ നേരത്തെ വരാലോ. എന്തിനാ വൈകുന്നേരം വെക്കുന്നത്? ഉച്ചയ്ക്ക് ലീവ് എടുത്തിട്ട് ഞാൻ ഉച്ച കഴിയുമ്പോൾ നമുക്ക് പുറത്തു പോയേക്കാം, സിനിമയും കണ്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ചിട്ട് വരാമെന്ന് പറയണം. വേണിക്ക് സന്തോഷമായി. വേണി പതുക്കെ ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങോട്ട് മാറുകയാണ്. അപ്പൊ ആദർശ് നോക്കുവാണ്. കാരണം ഇപ്പൊ വേണി ഭയങ്കര ഹാപ്പിയാണ്. വേണിയുടെ മനസ്സിപ്പോൾ ആദർശിനും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. താൻ കുറച്ച് സ്നേഹം കൊടുത്താൽ മാത്രം മതി വേണിക്ക്. അതോടുകൂടി വേണി സന്തോഷം ആയിക്കോളും. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിയിലേക്ക് ഗൗരി ചായയൊക്കെ ആയിട്ട് വരുവാണ്. അപ്പൊ ശങ്കർ പൊതിച്ചു മൂടി കിടന്ന് ഉറങ്ങുന്നുണ്ട്. കള്ളൻ ഇതുവരെയായിട്ടും എഴുന്നേറ്റിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗൗരി എന്ത് ചെയ്യുവാണ്? ഗൗരി പറയാ, അതെ ഇപ്പൊ എഴുന്നേറ്റില്ലേ, ചായ ഞാൻ തലവഴി ഒഴുക്കി വിട്ടോന്ന് പറയണം. എന്നിട്ട് ശങ്കർ അനങ്ങുന്നില്ല. ഇതെവിടെ പോയി, ഇതെന്ത് ചെയ്യോ, ഇങ്ങനെ ഇത്രമാത്രം ഉറക്കോ? കൊള്ളാലെന്ന് വെച്ചിട്ട് ഗൗരി എന്ത് ചെയ്യണം, പെട്ടെന്ന് ആ പുതപ്പ് അങ്ങോട്ട് മാറ്റുവാണ്. പുതപ്പ് മാറ്റുമ്പോൾ കാണുന്ന അവിടെ തലേണയെല്ലാം വെച്ച് ശങ്കർ കിടക്കുന്ന പോലെ തന്നെ ശങ്കർ അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് പോയേക്കാണ്. കൊള്ളാം, എനിക്കിട്ട് പണി തന്നിട്ട് പോയേക്കാം, ഇന്ന് ഞാൻ കാണിച്ചു തരാം. ശങ്കറെ എവിടെയാണല്ലോ ഇറങ്ങി വന്നോളാം പറയണം. എവിടെ ഒളിച്ചിരുന്നാലും ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറയണം. അങ്ങനെ ഗൗരി അവിടെ നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ ഗൗരി എന്നോട് വിളിച്ച് നോക്കി കഴിയുമ്പോഴത്തേനും ശങ്കർ ഗൗരിയുടെ തൊട്ട് പുറകെ വന്ന് നിൽക്കുകയാണ്. ഇപ്പം മനസ്സിലായ ഈ ശങ്കർ ആരാന്ന്? നീ എത്ര അന്വേഷിച്ചാലും ഞാൻ വിചാരിക്കണം ഞാൻ നിന്റെ മുന്നിൽ വരണമെന്ന് എന്ന് പറയും. പിന്നെ ഞാൻ ഇച്ച സമയം കണ്ടാലും ഞാൻ കണ്ടുപിടിച്ചതെന്ന് പറയണം. ശരിക്കും അവരിപ്പോ ഒരു കുട്ടിക്കളി പോലെ ആണ്. ഭാര്യയും ഭർത്താവെന്നുള്ള ചിന്ത വിട്ടിട്ട് ശരിക്കും ഈ പിള്ളേരൊക്കെ ഒളിച്ചു സാറ്റ് കളിക്കുന്ന ഒരു രീതിയാണ് അവർ കാണിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നീട്
ശങ്കർ വന്നിട്ട് പറഞ്ഞു, അല്ല ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമല്ലേ, നമുക്ക് പുറത്തൊന്ന് പോയാലോ, തൃശ്ശൂരൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് ഒരു സിനിമയെ കണ്ടു വരാന്ന് പറയണം. ഏയ് അത് ശരിയാവത്തില്ല. അതെന്താ? അതെ, കമലടുത്തേക്ക് വയ്യാതിരിക്കുമല്ലേ, അടുക്കള തന്നെ ഒത്തിരി ജോലികളുണ്ട്, അത് തീർത്തിട്ടുമില്ല. പിന്നെ കമലടുത്തേക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അല്ല ഇവിടെ ഉള്ളെന്ന് ചോദിക്കണം. എന്ത് പറഞ്ഞാലും ഉണ്ട് ഒരു ന്യായം. അതെ, നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണ്ടേ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട്. എപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ജീവിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കണം. ആ ശങ്കറെ, ഈ ഒരു അവസ്ഥ ആയതുകൊണ്ടല്ലേ, ഇത് കഴിഞ്ഞ് നമുക്ക് പിന്നീട് പോകാമെന്ന് പറയാണ്. ശങ്കർ ദേഷ്യവും സങ്കടം വന്നു. ശങ്കർ, ശരി നിന്റെ ഇഷ്ടം അങ്ങനെയാണ്, അങ്ങനെ നടക്കട്ടെ എന്ന് പറയണം. ഗേരി പറഞ്ഞു, എനിക്കറിയാം ശങ്കർ എന്റെ ഇഷ്ടത്തിനൊന്നും എതിര് നിൽക്കില്ലെന്ന്, ശങ്കർ എന്നെ അത്രമാത്രം ഇഷ്ടമല്ലെന്ന് ചോദിക്കണം. ശങ്കർ പറഞ്ഞു, അതൊന്നും കൊണ്ടല്ല, നിനക്ക് എന്താണെങ്കിലും നിന്റെ അവസ്ഥ ഇപ്പൊ എന്താ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഈ വീട്ടിൽ നിന്ന് നീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കമലടുത്തേക്ക് എന്തെങ്കിലും വയ്യായിക വരുവോ, പിന്നെ കമലടുത്ത് നോക്കാൻ ഇവിടെ ആളില്ലല്ലോ എന്നൊരു ചിന്തയല്ലേ. ഈ സമയം ആയതുകൊണ്ട് ഞാൻ അങ്ങ് സമ്മതിച്ചു തന്നിരിക്കുന്നു. പക്ഷെ എപ്പോഴും നീ എൻ്റെ ഇങ്ങനെ ഈ ഫേവർ ഒന്നും പ്രതീക്ഷിക്കണ്ടെന്ന് പറയാണ്. കേരി പറഞ്ഞു, പിന്നെ ശങ്കർ ഇതൊക്കെ പറയും, ശങ്കറിന് അറിയാം ശങ്കറിന് എന്നെ എത്രമാത്രം ഇഷ്ടമാണെന്നുള്ള കാര്യം. അപ്പൊ ശങ്കർ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കുമെന്ന് പറയണം. പിന്നെ ഞാൻ ആരാ നീ പറയുന്നതൊക്കെ മൊത്തം കൂടെ അനുസരിക്കാനെന്ന് പറയണം. അതെ, ഇനി ശങ്കറിന് എന്നോട് ദേഷ്യപ്പെടാൻ പറ്റില്ല. ഇത്രയും നാളത്തെ പോലെയല്ല, ഇപ്പൊ ശങ്കറിനോട് അത്രയ്ക്ക് ദേഷ്യമല്ലേ നിൽക്കും. പിന്നെ ദേഷ്യപ്പെടാൻ പറ്റില്ല പോലും. നിന്നോട് ആരാ പറഞ്ഞ നിന്നോട് എനിക്ക് ഞാൻ ദേഷ്യപ്പെടില്ല, ദേഷ്യം വന്നാൽ ഞാൻ ദേഷ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറയണം. അപ്പൊ ഗൗരി പറഞ്ഞു, അന്ന് ദേഷ്യപ്പെട്ടെന്ന് ചോദിക്കണം. അതെങ്ങനെ ഇപ്പൊ ദേഷ്യപ്പെടാൻ പറഞ്ഞു? ദേഷ്യപ്പെട്, എനിക്കറിയാം ശങ്കർ ദേഷ്യപ്പെടില്ല എന്ന്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശങ്കർ പെട്ടെന്ന് ചോദിച്ചു, അതെന്നെ ദേഷ്യപ്പെട്ടാല് ഞാൻ നിന്റെ അടിമയെന്ന് വിചാരിച്ചോ? അങ്ങനെ വല്ല ചിന്തയും മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ കളഞ്ഞാലും കേട്ടോ ഗൗരി. ഈ ശങ്കർ ആരാ നിനക്ക് ഇപ്പോഴും അറിയത്തില്ല. നിന്നോട് കുറച്ച് സ്നേഹം കാണിച്ചു നിർത്തോണ്ട് എന്റെ തലയിൽ കയറി നിരങ്ങാൻ വരല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. ഗൗരി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, വടി കൊടുത്ത് അടി വാങ്ങിയെന്ന് പറഞ്ഞൊരു അവസ്ഥയായിപ്പോയി ഗൗരിക്ക്. ഗൗരിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പെട്ടെന്ന് ശങ്കർ ചിരിച്ചു. കണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ട്, എന്റെ ആക്ടിങ് കൊള്ളാവെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഗൗരിക്ക് ശരിക്കും ശ്വാസം പോലും നേരെ വീണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാട് ടെൻഷൻ അടിച്ചു. ഗൗരി പറഞ്ഞു, ഞാൻ ഓർത്തു ശങ്കർ എന്നോട് ദേഷ്യപ്പെട്ടതായിരിക്കുന്നു. ഇതാണ് എന്റെ ആക്ടിങ്, കണ്ടോ ഇപ്പൊ കൊള്ളാമല്ലെന്ന് ചോദിക്കണം. ഗൗരി പറഞ്ഞു, നന്നായിട്ട് അഭിനയിച്ചു, സിനിമയ്ക്കകത്തൊക്കെ ചാൻസ് കിട്ടുമെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് ആദർശ് ഓഫീസിലിരിക്കുന്ന സമയത്ത് ആദർശിനോട് വന്ന് പ്യൂൺ പറയണം, അതെ മാനേജർ വിളിക്കുന്നുണ്ട് ക്യാബിനിലേക്ക് എന്ന് പറയാണ്. അങ്ങനെ ആദർശ് ക്യാബിനിലേക്ക് ചെല്ലുവാണ്. അപ്പൊ ആദർശിനോട് പറഞ്ഞു, അതെ ഇന്നൊരു പുതിയ അതിഥിയും കൂടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അതിഥി അതാരാ? അത് പുതിയ ട്രെയിനി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ആദർശിന്റെ കൂടെ ആദർശിനെ ട്രെയിനി ആക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനെന്താ സാർ കുഴപ്പമില്ലാന്ന് പറയാണ്. എന്നാ ശരി ഞാൻ വിളിക്കാന്ന് പറയാണ്. അങ്ങനെ ആ പെൺകുട്ടി അതിന്റെ അകത്തേക്ക് വരുവാണ്. അകത്തേക്ക് നിന്ന് ഇപ്പൊ ആദർശും അവളും പരസ്പരം നോക്കുകയാണ്. പിന്നീട് മാനേജർ പരിചയപ്പെടുത്തുകയാണ്, ഇത് ശിവരഞ്ജിനി, പുതിയ ട്രെയിനിയാ, 6 മാസത്തേനുണ്ട്. പിന്നെ 6 മാസത്തിന് ശേഷം ഇവിടെ പോസ്റ്റ് ചെയ്യണോ അതോ നമ്മുടെ വേറെ ബ്രാഞ്ചിൽ പോസ്റ്റ് ചെയ്യണോ എന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഇപ്പൊ തൽക്കാലത്തേന് ആദർശിന്റെ ട്രെയിനിയായിട്ട് നിങ്ങൾ നിന്നാൽ മതി കേട്ടോ. ഈ ബാങ്കിലെ ഏറ്റവും നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ജോലിക്കാരനാണ് ആദർശ്. അതോട് ധൈര്യമായിട്ട് ആദർശിന്റെ കീഴിൽ ട്രെയിനിയായിട്ട് കൂടിക്കോളാൻ പറയാണ്. ശിവരഞ്ജനിക്ക് സന്തോഷമായി. ശിവരഞ്ജനി ആദർശം പരസ്പരം കൈ കൊടുത്ത് പരിചയപ്പെടുവാണ്. പിന്നീട് ആദർശം തന്റെ ക്യാബിനിലേക്ക് വരുവാണ്. ഇതിന് ശേഷം കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരി എന്ത് ചെയ്യണം, മുറി ഫോണൊക്കെ കുത്തിയിടുവാണ്. കൊണ്ടുവന്നിട്ട് ഫോണൊക്കെ കുത്തിയിട്ടതിന് ശേഷം മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം കമല അകത്തേക്ക് കയറി വന്നു. കമല വന്നിട്ട് ചുറ്റും നോക്കി ആരും ഉണ്ടോന്നില്ല. ഫോൺ എടുക്കാണ്ട് ശ്രമിക്കുന്ന സമയത്താണ് ശങ്കർ അങ്ങോട്ട് കയറി വരുന്നത്. ശങ്കറിന് ആ സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വേലക്കാരി എവിടെ. വേലക്കാരി എന്ന് അല്ല എന്താ നീ ഇവിടെ നിന്ന് ചോദിക്കുവാണ് ശങ്കർ. ഒന്നുമില്ല ശങ്കർ കുഞ്ഞെ, ഞാൻ ഇവിടെയൊക്കെ തൂത്തു അടയ്ക്കാൻ വന്നതാണ്. തൂത്തു അടയ്ക്കാൻ വന്നതല്ല, വേറെ എന്തോ കള്ളത്തരം ഉണ്ടല്ലോ, നിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ പറയും. അങ്ങനെയൊന്നുമില്ല, സത്യമായിട്ട് അതിനു വേണ്ടി വന്നാന്ന് പറയാം. അല്ല നിനക്ക് വേറെ അടുക്കള ജോലിയൊന്നും ഇല്ലേ? ഈ സമയത്ത് ഇവിടെ വന്നത് തൂത്തു അടയ്ക്കണമെങ്കിൽ? അല്ല നിന്റെ ചൂലൊക്കെ എന്ത് ചെയ്യാ തൂത്തു തുടയ്ക്കാനുള്ള വെള്ളവും അതൊന്നും കണ്ടില്ലല്ലോ പറയണത്. അത് പിന്നെ ഞാന് വേണ്ട കൂടുതലൊന്നും ഉരുണ്ട് കളിക്കണ്ട, ഇനിയിപ്പൊ തറയോട് പെർമിഷൻ വാങ്ങിക്കാൻ വന്നായിരിക്കും അല്ലേ ഞാനിവിടെ ഒന്ന് തുടച്ചോട്ടേന്ന്. എന്തോ കള്ളത്തരമുണ്ട്, നിങ്ങൾ തൂത്തു അടയ്ക്കാൻ വന്നല്ലേ, ഒരു കാര്യം ചെയ്യാം, പോയി ചൂലയ്ക്ക് എടുത്തോണ്ട് വാ, എന്നിട്ട് ഇവിടെ നല്ല വൃത്തിക്ക് അങ്ങോട്ട് തൂത്തു അടയ്ക്കാൻ പറയാണ്. വേലക്കാരി രക്ഷപ്പെട്ടല്ലോ എന്നുള്ള രീതി പുറത്തേക്ക് ഇറങ്ങി പോവാണ്. പിന്നീട് കാണിക്കുന്ന ശിവരഞ്ജന് നേരെ ആദർശിന്റെ അടുത്ത് ഇരിക്കുമായിരുന്നു. ആദർശിന്റെ അടുത്ത് ഇരുന്നപ്പോഴത്തേനും ആദർശ് ചോദിച്ചു, അല്ല മുമ്പ് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടോന്ന് ചോദിക്കും. ശിവരഞ്ജൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? അല്ല തന്നെ മുമ്പ് എന്തോ എവിടെയോ കണ്ടുള്ള പോലെ ഒരു പരിചയം എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ മുമ്പ് കണ്ടില്ലെന്ന് പറയാണ്. പിന്നെ ആദർശ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുക, ബാങ്കിനെ കുറിച്ചുള്ള ബാങ്കിൽ ജോലികൾ എങ്ങനെയൊക്കെ ആയിരിക്കും, ട്രെയിനി ആയിട്ടല്ലേ, അപ്പൊ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. ഇങ്ങനെ കുറെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും
ശിവരഞ്ജിനി ചോദിച്ചു, അല്ല ഇപ്പൊ ബോക്സിംഗ് പ്രാക്ടീസ് ഒക്കെ ഉണ്ടോന്ന് ചോദിക്കുകയാണ്. ആദർശ് ഒന്ന് ഞെട്ടി. ഇതൊക്കെ ഇവളെങ്ങനെ അറിഞ്ഞു? അല്ല ഇതൊക്കെ എങ്ങനെ അറിയാം? അല്ല പിന്നെ മിമിക്രി ഉണ്ടോ? ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറ, നിനക്ക് എന്നെ ശരിക്കും അറിയാം, ഇതിനു മുമ്പ് നീ എന്നെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടല്ലേ നീ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആദർശ് ഒത്തിനോട് മനസ്സിലാവുന്നില്ല എവിടെ വെച്ചാൽ എങ്ങനെയാന്ന്. പെട്ടെന്ന് ശിവരഞ്ജനി പറഞ്ഞു, അതെ ആദർശേട്ടൻ പഠിച്ച സ്കൂളിലെ കോളേജിലെ ജൂനിയർ ആയിട്ട് ഞാൻ പഠിച്ചു തന്നുണ്ട്. ഓ അങ്ങനെ, ഇപ്പോഴല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നേ. ഓ ശിവരഞ്ജിനിയെ ഞാൻ ഓർക്കുന്നില്ല എന്ന് പറയണ. പെട്ടെന്ന് ശിവരഞ്ജിനി പറഞ്ഞു, അതെ എന്നെ ഇങ്ങനെ ശിവരഞ്ജിനി എന്ന് വിളിക്കണ്ട കേട്ടോ, രഞ്ജിനി എന്ന് വിളിച്ചാൽ മതി. പിന്നെ ഓഫീസിലെല്ലാം രഞ്ജിനി എന്നാണ് വിളിക്കുന്നത്. ആദർശൻ എന്നെ രഞ്ജു എന്ന് വിളിച്ചാൽ മതി. അങ്ങനെ വിളിക്കുന്ന ആൾക്കാരെ എനിക്ക് ഇഷ്ടം എന്ന് പറയണം. ആദർശന് ആകെപ്പാടെ പെട്ടുപോയി. എന്തോ ഒരു വല്ലായിക ആദർശന് പെട്ടെന്ന് തന്നെ തോന്നി. പക്ഷെ ആദർശന് മൈൻഡ് ചെയ്തില്ല. പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആദർശായിട്ട് ഭയങ്കര ഹീറോ അല്ലായിരുന്നു. കോളേജിലെ പെൺകുട്ടികളുടെ ഒക്കെ താരമല്ലായിരുന്നു. പക്ഷെ ആദർശാണ് ആരെ മൈൻഡ് ചെയ്യാതെ നടന്നുകൊണ്ടിരുന്നത്. അന്ന് ഞങ്ങൾ എല്ലാവരും ആരാധനയോട് കൂടി നോക്കുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ആദർശായിട്ട് ഞങ്ങളെ ആരും മൈൻഡ് ചെയ്തില്ലെന്നൊക്കെ പറയുകയാണ്. പിന്നീട് അവർ രണ്ടുപേരും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കും തങ്കച്ചി ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. തങ്കച്ചി ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തങ്കച്ചിയുടെ അടുത്തേക്ക് വേലക്കാരി വരുന്നുണ്ട്. വേലക്കാരി കൊണ്ടുവന്ന് കൊച്ചമ്മയെ കിട്ടിയെന്ന് പറയാണ്. അങ്ങനെ ഫോൺ കൊണ്ടുവന്നിട്ട് തങ്കച്ചിയിലേക്ക് കൊടുക്കുകയാണ്. ഇത് ഉറപ്പുള്ളത് ഗൗരിയുടെ ഫോൺ തന്നെയാണല്ലോ എന്ന് പറയാണ്. അതേ കൊച്ചമ്മ, ഞാൻ കണ്ടതാണ് ചാർജ് കുത്തിയിടാൻ കൊണ്ടുവന്നേ, അതിന് ശേഷം ഞാനിത് അടിച്ചു മാറ്റിയെന്ന് പറയാം. നന്നായി, ഇവൾ ഇത് വെച്ച് കുറെ ബ്ലാക്ക് മെയിൽ ചെയ്താ, ഇവൾ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോൺ ഓണാക്കുവാണ്. പെട്ടെന്നാണ് അതിൻ്റെ പാസ്വേഡ് ചോദിച്ചത്. ഇതിന്റെ പാസ്വേഡ് എന്നാന്ന് ചോദിക്കണം. പാസ്വേഡ് അതൊന്നും എനിക്കറിയത്തില്ല കൊച്ചമ്മേ, എന്നോട് ഫോൺ എടുത്തു തരാൻ പറഞ്ഞു, ഞാൻ ഫോൺ എടുത്തോണ്ട് വന്നു. അപ്പൊ ഇത് കൈ പിടിച്ചോണ്ട് തങ്കച്ചി ഇങ്ങനെ നിൽക്കുക. പട്ടിയുടെ കൈ മുഴുവൻ തേങ്ങ കിട്ടിയ ഒരു അവസ്ഥയായിപ്പോയി തങ്കച്ചിക്ക്. പാസ്വേഡ് ഇല്ലാതെ ലോക്ക് തുറക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ എന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.